2025-26 വർഷത്തെ ചിൽഡ്രൻസ് ഫെസ്റ്റിന് തുടക്കമായി. ജനുവരി 2, 3, 4 തീയതികളിൽ തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നടക്കുന്ന വർണ്ണച്ചിറകുകളുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജാണ് നിർവഹിച്ചത്. സിനിമാ താരം മീനാക്ഷി അനൂപ് മുഖ്യാതിഥിയായി. 22 മത്സര ഇനങ്ങളിലായി 1000 വിദ്യാർത്ഥികളാണ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉജ്ജ്വല ബാല്യ പുരസ്കാരവും സമ്മാനിച്ചു. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലെ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ കുട്ടികളാണ് വർണ്ണച്ചിറകുകളുടെ ഭാഗമാകുന്നത്. വിവിധ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതിനായി ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ ചിൽഡ്രൻസ് ഫെസ്റ്റിന് തുടക്കമായി. പഠനത്തോടൊപ്പം വിവിധ കലാകായിക സാംസ്കാരിക മേഖലകളിൽ കഴിവ് തെളിയിച്ച നിരവധി വിദ്യാർത്ഥികളുടെ വേദിയായി വർണ്ണച്ചിറകുകൾ മാറി. പരിപാടിയുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് 27 സർക്കാർ ഹോമുകളാണ് ഉള്ളത്. 441 NGOകളുടേതായിട്ടുള്ള ഹോമുകളുമുണ്ട്. അതുകൂടാതെ നമ്മുടെ എല്ലാ ജില്ലകളിലും നിർഭയ ഹോമുകളുമുണ്ട്. അപ്പോൾ ഇന്ന് സംസ്ഥാനത്ത് മുഴുവൻ 10,000-ഓളം കുഞ്ഞുങ്ങളാണ് ഈ ഹോമുകളിൽ സംരക്ഷിക്കപ്പെടുന്നത്. ഓരോ കുഞ്ഞും സമൂഹത്തിൻ്റെ സമ്പത്താണ്. ആ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ, അതോടൊപ്പം തന്നെ ആത്മാഭിമാനത്തോടെ, ആത്മവിശ്വാസത്തോടെ അവർ വളർന്നു വരിക, അതിനുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സിനിമാ താരം മീനാക്ഷി അനൂപ് പരിപാടിയുടെ മുഖ്യാതിഥിയായി. ഇത്തവണ നിർഭയ പദ്ധതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എൻട്രി ഹോമുകളിലെ കുട്ടികളെയും ഉൾപ്പെടുത്തി 22 മത്സര ഇനങ്ങളിലായി 1000-ഓളം പേരാണ് ചിൽഡ്രൻസ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികൾക്കുള്ള ഉജ്ജ്വല ബാല്യ പുരസ്കാരവും മന്ത്രി വീണ ജോർജ് സമ്മാനിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.